ഷാഫി കൊല്ലം, ഓപ്ഷൻ ബി ഓപ്ഷൻ സി ശരത്തേട്ടൻ. ഫ്രണ്ട് ഉണ്ട്. 10 ലക്ഷം രൂപ അടിച്ചിരിക്കുന്നത് നമ്മള് ഹരി 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 ഈ വണ്ടിക്കും ബഗ്ഗുണ്ടോ ഡോറ്? അതമ്മാര് ഡോർ ഇടയ്ക്ക് കളിക്കുന്നുണ്ടല്ലോ, മനസ്സിലായില്ലേ? ഇത് ഇവിഎക്സിന്റെ വണ്ടി ഇതായിരിക്കുന്നു. വണ്ടി നമ്മളെ നോക്കി അവൻ അതിനകത്ത് കൈ ഇത് കാണിച്ചു, വെളിയിലോട്ട് പക്ക കാണിച്ചു. അല്ല പ്രീവാറിനൊന്നും ഇടായില്ലല്ലോ. അമ്മര് ഫക്ക് കാണിച്ചേ, അമ്മര് കൈ പൊക്കി ഫക്ക് കാണിച്ചേ. എടാ ഒരു വണ്ടി എന്ന ഡ്രൈവേഴ്സ് കൗണ്ട് പറഞ്ഞ ഞാനൊരു വണ്ടി. നിങ്ങൾ എക്സ്ട്രാ വണ്ടി എടുത്തോ? എടാ വണ്ടി കൊണ്ട് കളഞ്ഞിട്ട് ഏതെങ്കിലും വണ്ടിക്കകത്ത് കേറടാ നീക. എടാ ഈ ഡോറൊന്ന് അടിച്ചു പിടിച്ചാ, ഈ ഡോറൊന്ന് ഇടിച്ചു പിടിച്ചടാ. എന്നോട് നീലെടുക്കാൻ പറഞ്ഞ ഇപ്പുറത്തെ ഡോറൂടെ. ഡ്രൈവർമാരെല്ലാരും കോളൗട്ട് നീകൻ. ഞാനും എത്രയ്ക്ക് ഒരു വണ്ടിയില്ലെന്ന്. ദാദാ ഞാൻ എന്റെ വണ്ടി വന്നില്ല അവിടെ, വെയിറ്റ്. ദാദാ വന്നു ഇപ്പൊ വന്നതാ. ആ എല്ലാ വണ്ടി. ഇതെന്താ ഇതാരാ? ഞാൻ കുത്തിച്ചോളാം. ഞാനൊരു കാര്യം പറയട്ടെ, വണ്ടിക്കകത്തുനിന്ന് വണ്ടിയുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരത്തോട്ട് ഓടിപ്പോവല്ലേ. കറങ്ങുന്ന സിറ്റുവേഷൻ വരുവാണെങ്കിൽ പൊക്കോ, അല്ലാതെ വണ്ടി ചവിട്ടുന്നിടത്തുനിന്ന് ഒരുപാട് ദൂരം പോകരുത്. ഞാൻ ഇനിഷ്യൽ ഫൈറ്റ് കുത്തിയെടുത്ത ഞങ്ങൾ കളിക്കുന്നത് നോർമലി. അപ്പൊ തുടങ്ങല്ലേ യുദ്ധം? ഓൾറെഡി തുടങ്ങി. നീ എവിടെ ആയിരുന്നു? ഞാൻ ഒരു ഫൈറ്റും കഴിഞ്ഞ് 7 പേര് ഡൗണും ആയി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പിള്ളേർ ഇങ്ങനെ നിൽക്കില്ലല്ലോ അണ്ണാ. ടി.വി. ലൊക്കേഷൻ ചോദിക്കുന്നു ചിറക്കൽ ശ്രീഹരി. അണ്ണാ നമുക്ക് ധൈര്യമായിട്ട് അണ്ണാ, നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ അങ്ങ് ഇറങ്ങിക്കാണ ഈ നടുക്ക്. അണ്ണാ എന്ത് പറയാണ്? നമുക്ക് ടയർ അടിച്ചു പൊട്ടിക്കണം. നമുക്ക് ഇവിടെ ടയർ അടിച്ചു പൊട്ടിക്കാം. ഇവിടെ തന്നെ അണ്ണ. കാരണം അണ്ണാ ബാക്കിൽ നമ്മള് ആ നടുക്ക് കുത്തി കഴിഞ്ഞുണ്ടല്ലോ, അമ്മാരിക്ക് എവിടെ നിന്ന് അടിക്കും നമ്മളെ? വേറെ വഴിയില്ല, നമുക്ക് ഇറങ്ങിക്കാം. വാ ഇവിടെ ഇറങ്ങിക്കാം. അവണ്ണ എവിടെ നിന്നാലും അവരെ കുത്തൂല. വസന ഞാൻ പറഞ്ഞ അച്ചട്ടയുടെ നടന്നിട്ടേ ഉള്ളൂ. വസന ട്രസ്റ്റ് മീ. വസന എവിടെ ഇറക്കട്ടെ? നീ ഒന്ന് അടങ്ങിയിരിക്കാവോ വണ്ടിക്കകത്ത്? ശല്യം ചെയ്യുന്നത് മതി, ശല്യം. അണ്ണ എന്നെ എവിടെ ഇറക്കി? ആദ്യം ഒരു ഡൗൺ ആണേ. ചന്ദ്ര പൊട്ടനാണ് നീ. ചന്ദ്രൻ അണ്ണ അടിക്കില്ല പറഞ്ഞേ.
നിന്റെ മാമന്റെ മോനാളിയാ അത്? അണ്ണാ ഞാൻ അങ്ങോട്ടോ ഫ്രണ്ടോട്ടോ ചോദിക്കായിരുന്നു. അണ്ണാ ടയർ പൊട്ടി ഒരു 4 ടയർ പൊട്ടി 4 വണ്ടിയെ. ഞാൻ പറഞ്ഞ അവസാനം ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോയി. ലെഫ്റ്റ് ആണ് ലെഫ്റ്റ്. അണ്ണാ ഇവിടെ നോക്കോ അണ്ണാ അങ്ങോട്ട് പോണം. നമ്മുടെ പൊക്ക ടയറില്ല കേട്ടോ അവിടെ കളിക്കട്ടാ, അവര് കളിച്ചോട്ടളിയാ. മല കുത്തനെ നിങ്ങൾ കുത്തിട്ടുണ്ട്. ബാക്ക് ഈ കുത്തിയില്ല. ബാക്ക് ആ കുത്തിയിട്ടില്ല. പിന്നാടി നമ്പർ ടീം പിന്നാടി പറ. എല്ലാരും കുത്തിയില്ലേ അവിടെ ബ്രോ? ബാക്കപ്പ് എല്ലാം പറഞ്ഞു. ആഹാ പ്ലക്കി വിട്ട്. നിന്നേക്ക് ചാറ്റ് കണ്ടാ മതി. നിനക്ക് ചാറ്റ് കാണണം. ഇങ്ങോട്ട് കേറ്. വേറെ മാത്രമല്ലല്ലോ. കുഴപ്പമില്ല നമുക്ക് നോക്കാം. Excellent is been live. എടുത്തിട്ടുണ്ട്. കാർത്തി ഡൗൺ ആയിട്ടുണ്ട്. കിരിക്കറ്റ് കാർത്തി എടുത്തിട്ടുണ്ട്. സാവേജ് മാർത്തൻ പോയി എടുത്തിട്ടുണ്ട്. കുറച്ച് പട്ടികളൊക്കെ ഇന്ത്യടാ. പ്ലക്കി ആര്? നിന്റെ അച്ഛനെയാ? നിന്റെ അച്ഛനെ പ്ലക്കിയാ ഇവിടെ ആരെങ്കിലും? എന്തിയടാ അത്രയും കോൺഫിഡൻസോടെ പറയണമെന്നുണ്ടെങ്കിലേ അവന്മാരുടെ കളി അതാ, മനസ്സിലായ? ഇനി ഇത് തോറ്റാലും വാറിന് തിരിച്ചു കൊടുക്കാൻ നമുക്ക് നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം. നിന്റെ തൊലിക്കണ്ടേ നിനക്കൊന്നും? ഇപ്പം നിനക്കൊന്നും തൊലിക്കണ്ടേ? ചാറ്റിലെ തൊലി കാണുന്നില്ലല്ലോ നിന്റെ ഒന്നും. തൊലി എന്താടാ കാണാത്തെ? എന്താ കാണാത്തെ? പ്ലക്കി പ്ലക്കി
ചാറ്റിൽ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുക നമ്മളൊന്ന് വീണ് കാണാൻ. ഒന്ന് വീണ് കാണാനേ നോക്കിയിരിക്കുക. കക്ക പ്ലക്കിന്ന് മൂഞ്ചാൻ വേണ്ടിയിട്ട് കുറെ അവന്മാര്. ആലോചിക്കുക മൊമെന്റ്, ഞാൻ ഡൗൺ ആയ മൊമെന്റിൽ നമ്മുടെ ചാറ്റിൽ ഒരു ചിരി അങ്ങ് പടർന്നു. ഒരു പർട്ടിക്കുലർ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക നമ്മളൊന്ന് വീണ് കാണാൻ വേണ്ടിയിട്ട്. അതൊരു വൃത്തിയുടെ പൊസിഷനിലായപ്പോഴാണ് നമ്മള് ഗണ്ണെടുത്ത് സെറ്റായി. നമ്മള് ഗണ്ണെടുത്ത് അങ്ങോട്ട് മേലോട്ട് കയറിയപ്പോഴത്തേന് അവര് ഫുൾ ആൾക്കാർ മുകളിൽ എത്തി ഓൾറെഡി. മനസ്സിലായി. മനസ്സിലായി. അവിടെ വന്നപ്പോഴത്തേന് നല്ല അടി കിട്ടി. ചന്ദ്രൻ എത്ര നിർത്തിപ്പോടാന്ന് ഏലിയാസ് ജാക്കി. ഇവിടെ ബ്രോ എങ്ങനെയാണ് ബ്രോ ജയിച്ചിട്ടും ഇങ്ങനെ വന്ന് മെസ്സ് അടിക്കാൻ നിങ്ങക്ക് എങ്ങനെയാ പറ്റണേ ബ്രോ? അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറ്റണേ? ഇത് നീ എന്താ വിചാരിച്ച? നീ മറ്റേ പബ്ജി മൊബൈലിൽ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ബോട്ട്സ് കളിക്കുന്നത് പോലത്തെ ഗെയിം ആയിരിക്കും എന്നാണ് നീ വിചാരിച്ചേ? ഇതിനകത്ത് ഒറ്റയ്ക്ക് ഞാൻ മറ്റേ 28 പേരെ അടിക്കണം. ഇതൊരു ടീം വർക്കാ ബ്രോ. അതുകൊണ്ടാണ് ബെസ്റ്റ് ഗ്യാങ് എന്നറിയപ്പെടുന്നത്. അല്ലാതെ ബെസ്റ്റ് RP പ്ലെയർ എന്നല്ല, ബെസ്റ്റ് ഗ്യാങ് എന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. നമ്മളെ ഒരു കൂട്ടമായിട്ട് ആൾക്കാർ കളിക്കുന്നത്. നമ്മൾ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. അതായത് നീ മനസ്സിലായ തീട്ടക്കണ്ടില്ല. എനിക്ക് പിക്കൊന്നും കിട്ടിയില്ല. ഞാൻ ഇവിടെ അപ്പോഴത്തേനും ഓൾറെഡി ഗണ്ണെടുത്ത് വന്നപ്പോഴത്തേനും എനിക്ക് ആദ്യം തന്നെ ഹെഡ് കിട്ടി. ഞാൻ റീഫ്രഷ് ചെയ്ത് തിരിച്ചു വന്നപ്പോ തന്നെ എടാ കണ്ണാപ്പി, ഞാൻ കണ്ട് നീ എന്റെ മുമ്പിൽ ചാടി കേറാൻ പോലും പറ്റാതെ വീഴുന്നത്. ഞാൻ കണ്ടു നിന്നെ. നീ വണ്ടിയുടെ മണ്ടയ്ക്ക് സ്പോയിലറിൽ തൂങ്ങി ഊമ്പി വീഴുന്ന ഞാൻ കണ്ടായിരുന്നു. എടുത്തെടുത്ത് ഭയങ്കര പിക്കായിരുന്നു. ആയത്താളത്തിന് എടാ ഒരു ഹെലി എടുത്തടാ. ആരെല്ലാം ഒന്ന് ഹെലി എടുക്കുന്നല്ലോ എടുത്ത്. കേറാ, ഞാൻ ഇങ്ങോട്ട് പോവാ. കേറി സോറി കേസ്, ഞാൻ തെറി പറഞ്ഞു. ഇല്ല ഞാൻ വണ്ടിയിൽ പോവാ. ചന്ദ്ര കയറി. അതെ ഞാൻ കാര്യം പവർ എന്തോ കൂടുതലാണ്. ഇല്ലടാ അവന്മാര് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെ കുത്തിയെടുത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. മനസ്സിലായി. ഞാൻ ആദ്യമേ അവിടെ കേറിയിരുന്നു. നമുക്ക് അവരൊത്തിരി പേരുണ്ടായിരുന്നു. നമ്മള് അവിടെ കയറി നമ്മളെ പൊസിഷൻ എടുത്തപ്പോഴത്തേക്കിന് അവർ ഓൾറെഡി ഹൈ റാങ്കിൽ വന്നു. കുഴപ്പമില്ല. നമ്മുടെ പ്ലേയേഴ്സ് നല്ല ബാക്കിൽ കുറെ പേരുണ്ടായിരുന്നു. അവരുടെ അടുത്തോട്ട് പോണ്ടേ? അവരുടെ പോണോ? ആ പടം പോ. ഇവിടെ കത്തിച്ചു വിട്ടോ അവരില്ലല്ലോ. ഞാനൊക്കെ ഒരുത്തനെ എന്റെ ബുള്ളറ്റില് ബാഗ് ഫുള്ള് ഒരുത്തനെ അടിച്ചാണ്. അവൻ ചാമില്ല. ഇതൊക്കെ എന്താ പണ്ടത്തെ പോലല്ലാട്ടാ, വലിയ പാടാ. അതെ പണ്ടത്തെ പോലൊന്നുമല്ല. ഇപ്പൊ പിക്കൊക്കെ എടുക്കണ വലിയ പാടാ. ഇതൊക്കെ നമ്മൾ എന്താ പറയാ ഫ്ലെക്സ് ചെയ്യണ്ടോ ആ പിക്ക് എടുത്ത്. കത്തിച്ചു വിട്ടോ? ഫുള്ള് പ്ലക്കപ്പെട്ടല്ലേ? വിട്ടോ? സത്യം പറഞ്ഞിട്ടുണ്ടല്ല, ആ 2 എണ്ണം കെട്ടന്മാർ വണ്ടി കയറിയോണ്ടാണ് നമുക്ക് ഈ അവസ്ഥ. ഞാൻ നിങ്ങളതൊക്കെ ഒരു കാര്യം പറയാം കേട്ടെ. നിങ്ങൾ എപ്പോഴേലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സ്ഥിരം മറ്റേ ഊമ്പിത്തരം കാണിക്കുന്ന ആൾക്കാരെ ഒന്നും ആർക്കും വേണ്ട കേട്ടാ. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ഒരു ഒരു പർട്ടിക്കുലർ, അതിപ്പോ യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ RPയിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിലായിക്കോട്ടെ, നല്ലൊരു പൊസിഷനിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ഊമ്പി കാണാൻ വേണ്ടി 100 പേരുണ്ടാവും. 100 അല്ല 1000 പേരുണ്ടാവും. 1000 പേര് 1000 പേരുണ്ടാവും. അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ഊമ്പന്മാരെന്ത് ചെയ്യണമെന്നുള്ള കാര്യമൊന്നും ആരും നോക്കത്തില്ല. ഈ നല്ല രീതിയിൽ പോണ ആൾക്കാര് ഒന്ന് വീണ് കാണാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ഒരു 100,000 പേരുണ്ടാവും. അവർക്ക് അതിലൊരു പ്രത്യേക സന്തോഷമാണ്. പറയടാ. കാര്യം ചോദിക്കട്ടാ, ചത്തില്ലാന്ന്
കണ്ണാപ്പിയും ബോബയൊക്കെ ചത്ത എന്റെ അവനെ കമ്മാരെല്ലാം ചത്തതിന് ശേഷം ഞാൻ ചത്തത്. അവനൊക്കെ എന്റെ ഫ്രണ്ടിൽ തന്നെ മറ്റേ കണ്ണാപ്പി വണ്ടിയുടെ സ്പോയിലറല്ല ചത്തത്. പ്രതീക്ഷ ഭയങ്കര ഇതാണ്. ഞാൻ നിന്നിടത്ത് തന്നെ നമ്മളോട് അത്ര ഇറങ്ങി അവിടെ എന്തോ എടുത്തോണ്ടിരിക്കുവായിരുന്നാണ് ഞാൻ നോക്കണത്. ഞാൻ നേരെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അവർ ടയർ അടിച്ച് പൊട്ടിച്ച് 4 ടയർ പൊട്ടിച്ച് 4 വണ്ടിയില്. ആ നീലിനൊക്കെ ഇവിടെ വന്ന് ഗ്യാങ്റവായി കോച്ച്. അവിടെ പോയി എല്ലാരും. ബോബോയ് ഒരു പിക്ക് എന്തോ എടുത്തെന്ന് തോന്നുന്നുണ്ട് അവിടെ. ഞാനൊക്കെ ഞാൻ ഇനി വെറുതെ അടിച്ച് എന്റെ ഗണ്ണിന്റെ ആമോളയിലാണ് അടിച്ചു വെച്ചാൽ ഞാൻ കൊല്ലും. കണ്ടവന്റെ കുടുക്കൊക്കെ ആയിട്ട് വരുന്നവന്മാര് നിനക്കൊക്കെ ഗ്യാങ് ഹൗസിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ. എല്ലായിടത്തും ഒന്നിച്ച് കാണാൻ കിട്ടി. ഇത്രയും പേരുണ്ടായിരുന്നോടാ ഈ ആക്ച്വലി ഏണേ കത്തിച്ച് വിടറാന്മാരെയൊക്കെ. സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ജീവിക്കാൻ നമ്മളെ കണ്ടവന്റെ കുടുക്കെ ഇനിഷ്യല് കോച്ചുണ്ട്. ഇത് കോച്ചിന് വേണ്ടിട്ടായിരുന്നു. കോച്ച് അല്ല ഡെഡിക്കേഷൻ അയ്യേ പോയി അച്ചികളുടെ അടുത്തൊക്കെ വേണ്ട. ഏത് ഹെലിയാടാ? ഇപ്പുറത്ത് ഓണായോ? ഓണായാലി എടാ മാറിക്കോട്ടാ അണ്ണാ. ഫുള്ളാടാ. ആരൊക്കെയാ കേറിയേ? ആരൊക്കെയാടാ ഉള്ളത്? ഫുള്ളൊന്നുമില്ല. ആരൊക്കെ? എടാ കോച്ചിനെ ഇവിടെ കൊണ്ടുപോകണം. കോച്ചൊന്ന് വരുമോ? ദാദാ ഈ ഹെലിക്കകത്ത് ഇപ്പൊ പൊങ്ങിയ ഹെലി താക്ക അതിനകത്തോട്ട് കയറി. സ്നൈപ്പ് ലൈറ്റ് ആയി പോയോ? 150 ഞാൻ ഇരുന്നത്. സീനില്ല വാറണടാ. ശരിയാ കേട്ടത് ശരിയാ. ഡോർ ഓപ്പൺ. റിവേഴ്സ് പൊന്നളിയാ ഒന്ന് എത്തിക്കണേ അളിയാ. എത്തിക്കണേ. അപ്പൊ കിട്ടാ വണ്ടി ഇറങ്ങി പോയത്. കിട്ടിയടാ കിട്ടി 2 നീ അവിടെ കിട്ടിയേനെ. ശരിയാ കാട്. ഹലോ എന്റെ കോച്ച് വാസവന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞേട്ട്? എന്താടാ? ഭയങ്കര മോശം ഭയങ്കര മോശമാ? എന്താടാ? நான் சில பேர் சொல்றதுனால நான் சொல்றேன். ஜஸ்ட் மெசஞ்சர். എന്താ മെസ്സഞ്ചർ? കോച്ച് എന്ത് പറഞ്ഞു? എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ കോച്ച്. കോച്ച് എന്നെ ഇന്നലെ വിളിച്ചിട്ടെല്ലാം പറഞ്ഞ് വാസവണ്ണ വരും. അപ്പൊ കോച്ച് എന്ത് പറയാനുള്ള? കോച്ചിന് എന്ത് പറയാനുള്ള? എന്റെ അടുത്ത് കോച്ചാണ് പറഞ്ഞു എന്റെ അടുത്ത്. വാസവണ്ണ കണ്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇന്നലെ എന്റെ അടുത്ത്. ഞാൻ കണ്ടെടുത്തുള്ള കാര്യം എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. UK ലീഡർ തീട്ടം. എടാ ഇതിപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് കളിയാ. ഏത് ഗ്യാങ്ങിനെ ഹോസ്റ്റേജ് ആയിട്ട് കൊണ്ടുവന്നു ആ ഗ്യാങ്ങിന്റെ ലീഡർ തീട്ടം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം OG അങ്ങനെ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഹോസ്റ്റേജ് ആണെന്ന് ഞാൻ ഓർത്തില്ല. സത്യം പറഞ്ഞു ഇത് പുതിയ ട്രെൻഡായത്. ബോയ്സ് വന്നിട്ടുണ്ടല്ലോ. അവധിയായ അവധി ഇത് മറ്റേ പരീക്ഷയുടെ അവധി 2 ദിവസത്തേക്ക്.
അവസാനം അതിന്റെ അടിയിൽ കൂടി പോട്ടാ. അടങ്ങിയിരിക്കണേ ടെൻഷനല്ലേ നമ്മളെത്ര കണ്ടിരിക്കണ അവസാനം. അല്ലെങ്കിൽ 5-6 വർഷമല്ലേ നമ്മളെ ഈ ഗെയിമിന്റെ അകത്ത്. അതെ ഓക്കെ ഈ കൂടെ ഒരച്ചോണ്ട് പോയല്ലോ അണ്ണാ. നീ അവിടെ നിന്ന് എത്തിച്ചാ മതി ദേവി. ചില്ലറ കഴപ്പാണോ നോക്കിയേ. എവിടാ സ്ഥലം എവിടാ? എവിടെയാ കോലീഡർ? ജുഗ്രുവിന് മോണ്ടേജിനുള്ള കിട്ടിയ ആറിലെന്ന് ലോകം ഉണ്ടോ? അടുത്തെത്തി നമ്മള്. അമ്മരെ വന്നിട്ടില്ല. മറ്റേ ആ ഡ്രാഗന്റെ കൊളിച്ചറുണ്ടോ? ഡ്രാഗന് അതിന് കൊള്ളിഷ ഇല്ലെന്നാ തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഡ്രാഗനെ കാണും. ഇപ്പൊ കാണാം. ജുഗ്രു നിനക്ക് 7 വിക്കുണ്ടോ? നിനക്ക് 5 ആരൊക്കെ അവിടെ അടിച്ചതടാ? എനിക്ക് 3 പിക്ക്. എനിക്ക് 2. എല്ലാരും വെൽപ്ലേട്ടാ, നല്ല കളിച്ചു എല്ലാരും. പിന്നെ ആംഗിളും ഉള്ളായിരുന്നു. ഞാൻ ആദ്യം കുത്തി ആംഗിളിലടാ, അവിടെ എല്ലാരും കൂടെ കുത്തിയാൽ അവിടെ പെട്ടെന്ന്. പക്ഷെ ഞങ്ങൾ അവിടെ കുത്തി കയറി വന്നപ്പോഴത്തേക്കിനേടാ, ഞങ്ങളുടെ കുത്തി കയറി വന്നപ്പോഴത്തേക്കിനും അവർ ഓൾറെഡി മോളിൽ എത്തിയടാ. നീലന്റെ അവിടെയാടാ ആൾക്കാർ ഉണ്ടായില്ല, എണ്ണം കുറവായിരുന്നു. നീല എണ്ണം കൂടുതലായിട്ട് അവിടെ ഇട്ട് തീർക്കായിരുന്നു. നമ്മൾ എത്ര പേര് ബാക്കിയുണ്ടായിരുന്നു? 16 15 നമ്മുടെ 9 പേര് വീണല്ലേ. പിട്ടപ്പായിട്ട് കുത്തിയല്ലേ അങ്ങനെ കുത്തണ്ടല്ലോ. നമ്മള് ഇച്ചിരി ബെറ്റർ ആക്കാൻ നോക്കും. അളിയ ഇനി ഇതിന്റെ അപ്പുറത്ത് വരാൻ ചന്ദ്ര എന്നെ പൊക്കി അപ്പുറത്തോട്ട് വെച്ചാ. എടാ ഡ്രസ് കൺഫ്യൂഷൻ മറ്റേ ജാക്കറ്റ് കേറൂല്ലടാ ഈ ഹെലിക്കകത്ത്. പിന്നെ അപ്പുറത്തോട്ട് ഇപ്പൊ ഒരു കാര്യം നോക്കിക്കോട്ടെ. ഞെട്ടവിടെ അണ്ണാ കണ്ടാ അതെന്ത് കാണിച്ചിരുന്ന ഞാൻ ഇപ്പം. ചില്ലറ കഴപ്പേടാനൊന്നും അവിടോട്ട് വിടറ കളി. അവരിപ്പോ വരുമ്പോ കിടക്കാൻ വയ്യടാ. ഫ്ലിക്കർ അടിച്ചോണ്ടാ ഞാൻ. ഫ്ലിക്കർ അടിക്കട്ടെ. ഫ്ലിക്കർ നീ ഇനി എന്തോ അടിക്കുക അവിടെ പോയി. കാണുന്നില്ല. ഇതെന്താ ഇവന്മാര് വരൂല്ലേ? നമ്മളീ നേരത്തെ വന്ന് നിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ശരിക്കും. കളഞ്ഞോണ്ടാന്ന് തോന്നുന്നു കേട്ടാ. എടുക്കാൻ പോയതാ.